ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ടോപ്പിക്കാണ് ഫിഫോ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ, എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്, എത്ര കോപ്പി നമ്മൾ വെക്കണം, കൊടുക്കണം, ആര് സൈൻ ചെയ്യണം, എന്നാലേ ഇഷ്യൂ ചെയ്യുള്ളൂ, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരുന്നു. അതായത് ഇത് സ്റ്റോർ ചെയ്യുന്ന ആ സ്റ്റോറേജ് എവിടെയാണുള്ളത് അവിടെ ഹാൻഡിൽ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായിരിക്കും, സ്റ്റോർ കീപ്പർ ഉണ്ടായിരിക്കും. അവർക്ക് നേരത്തെ റിക്വസിഷൻ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ കീപ്പ് ചെയ്യുക, അതായത് ഇഷ്യൂ ചെയ്യാനുള്ള റിക്വസിഷൻ കിട്ടിയാൽ അവർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആ മെത്തേഡിൽ പറയാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് ഓർ മെറ്റീരിയൽ ഇഷ്യൂസ്, എങ്ങനെയാണ് മെറ്റീരിയൽസ് ആവശ്യക്കാർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് എങ്ങനെ ഇഷ്യൂ ചെയ്യും, അതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അതായത് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സമയങ്ങളിലായിട്ട് പല പല ഭാഗങ്ങളിൽ പല ആളുകളുടെ നിന്നൊക്കെ വാങ്ങി വെച്ച മെറ്റീരിയൽ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ എ പറയുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് 100 യൂണിറ്റ് വാങ്ങിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ബി പറയുന്ന യൂണിറ്റിൽ നമ്മൾ 100 യൂണിറ്റ് അങ്ങനെ. അപ്പോൾ ഓരോ വെൻഡേഴ്സിന്റെ അടുത്തുനിന്നും പല ക്വാണ്ടിറ്റിയിലും പല പ്രൈസിലും വാങ്ങിയ സാധനങ്ങളാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റേറ്റിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡേറ്റുകളിൽ പല പ്രൈസിന് പല ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഫ്രം ദ സ്റ്റോക്ക്. ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു ഭാഗത്തായിരിക്കും വെച്ചിട്ടുണ്ടാവും. ആ ഒരു സ്റ്റോക്കിൽ നിന്നാണ് നമുക്ക് വേണ്ട അളവിൽ ആളുകൾ ചോദിക്കുമ്പോൾ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും. ഈ സ്റ്റോക്കിൽ നിന്ന് ഈ പല ലോട്ടുകളായിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. കാരണം ചിലപ്പോൾ 80 രൂപയ്ക്ക് വാങ്ങിയ ഒരു 100 യൂണിറ്റ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു 10,000 യൂണിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആവശ്യാനുസരണം എങ്ങനെയാണ് ഇത് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് മെത്തേഡ്സ്, മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെ പ്രൈസിങ് നടത്തും എന്നതാണ്. അതിൽ പ്രൈസിങ് നടത്തുന്നതിന് 4 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, 4 തരത്തിലാണ് നമ്മൾ പ്രൈസിങ് നടത്തുന്നത്. ആദ്യത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം, എന്താണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഫോ എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഫിഫോ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണോ സ്റ്റോറിലേക്ക് അവ റിസീവ് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 1-ാം തീയതി ഒരു 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, അത് കഴിഞ്ഞ് ഒരു 10-ാം തീയതി ഒരു 50 യൂണിറ്റ് പർച്ചേസ് ചെയ്തു എന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും അത്രയും യൂണിറ്റുള്ള സാധനം അവിടെ ഉണ്ടെങ്കിൽ ആദ്യം വാങ്ങിയതായിരിക്കും ആദ്യം ചോദിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുക. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം നമ്മൾ സ്റ്റോറിലേക്ക് വാങ്ങിയ സാധനങ്ങളാണ് ആവശ്യക്കാർ ചോദിക്കുമ്പോൾ ആദ്യം കൊടുത്തു തുടങ്ങുക. അതാണ് അവിടെ ആ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. എന്നിട്ട് ആ ആദ്യം വാങ്ങിയത് കംപ്ലീറ്റ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ രണ്ടാമത് വാങ്ങിയത് എടുത്തു തുടങ്ങാം. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലോട്ട് ദ സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ് ആൻഡ് സോ. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന്. ഇന്നായത് ആദ്യം ഏതാണോ അതിനെയാണ് ഔട്ട് ആക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് ദ ലേറ്റസ്റ്റ് പ്രൈസ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും ലേറ്റസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇതിനെ പറയുന്ന പേരാണ് ഒറിജിനൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചോളാം. ഇനി ഇൻ ടൈംസ് ഓഫ് ഫോളിംഗ് പ്രൈസസ്, ചില സമയത്ത് എന്തായിരിക്കും വില താഴ്ന്നു നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോഴാണ് ഫിഫോ മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുക. കാരണം ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു ഡിഫറെന്റ് ജോബ്സ് വിൽ ബി ഹൈ ആൻഡ് പ്രോഫിറ്റ് വിൽ ബി ലോവർ. പല ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഭയങ്കര ഹൈ പ്രൈസിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോഫിറ്റ് വളരെ കുറവാകാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയും അവിടെ റെഡ്യൂസ് ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ ആണ്, ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റോ ലോസോ ഒന്നും ഉണ്ടാവില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും വാല്യൂ ചെയ്യുക ആ സമയത്തുള്ള മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ആ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കും. ഇനി നാലാമത്തേല് പ്രൈസ് കുറയുന്ന കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് ഭയങ്കര ബെറ്റർ റിസൾട്ട് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഇൻക്രീസസ് ദ പോസിബിലിറ്റി ഓഫ് ക്ലറിക്കൽ എറേഴ്സ്. ഒരുപാട് ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ അവിടെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറന്റ് മാർക്കറ്റ് കണ്ടീഷൻ. ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്താണോ അതിൽ ഒരിക്കലും ആ ഒരു ഇഷ്യൂ പ്രൈസ് റിഫ്ലക്ട് ചെയ്യില്ല. ആൻഡ് കമ്പാരിസൺ ഡിഫറെന്റ് ജോബ്സ് യൂസിംഗ് ദ സെയിം മെറ്റീരിയൽ, പല ഡിഫറെന്റ് ജോബുകൾ ഒരേ മെറ്റീരിയലിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആൻഡ് റൈസിംഗ് ഓഫ് പ്രൈസ് കൂടുന്ന സമയത്ത് ഈ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ആ ഒരു പ്രോബ്ലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഫിഫോ മെത്തേഡ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട്. ഫിഫോ മെത്തേഡിൽ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഡീറ്റെയിൽസ് കുറച്ച് തന്നിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി അവരുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് 250 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഒരു യൂണിറ്റിന്റെ വില 1 രൂപയാണ്. 3-ാം തീയതി അവർ വീണ്ടും അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത് എത്ര? 100 യൂണിറ്റ് 1 രൂപ 5 പൈസ വെച്ചിട്ട്. 5-ാം തീയതി വീണ്ടും പർച്ചേസ് ചെയ്തു 200 യൂണിറ്റ് 1 രൂപ 5 പൈസ. 7-ാം തീയതി വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, 2 തവണ പർച്ചേസും ചെയ്തിട്ടുണ്ട്. 7-ാം തീയതി പക്ഷേ അതിൽ നിന്ന് അവർ 400 യൂണിറ്റ് ആണ് ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 10-ാം തീയതി വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 12-ാം തീയതി വീണ്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 16-ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 25 പർച്ചേസ് ചെയ്തു. 31-ന് ഇഷ്യൂ ചെയ്തു. ഇതാണ് ഏകദേശം ജാനുവരിയിലെ മാത്രം കണക്കുകൾ. അപ്പോൾ ഇത് പ്രകാരം ആ സ്റ്റോർ കീപ്പർ എങ്ങനെയാണ് സ്റ്റോഴ്സ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക, അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫിഫോ മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഡേറ്റ് കോളാണ്. ഇനി മെയിൻ ആയിട്ട് 3 ഹെഡിങ്ങുകളാണ് ഇതിലുള്ളത്. ആദ്യത്തെ ഹെഡിങ് റെസീറ്റ്.
ഇഷ്യൂ ബാലൻസ്. നിങ്ങൾക്കിത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. റെസീറ്റ് പറഞ്ഞ സ്റ്റോറിലേക്ക് നമ്മൾ എത്ര വാങ്ങിച്ചു, അതിൽ നിന്ന് എത്ര ഇഷ്യൂ ചെയ്തു, ഇനി എത്ര കയ്യിലുണ്ട്, അതാണ് ഈ 3 ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സബ് ഹെഡിങ്ങുകളും സെയിം ആണ്. കാരണം റിസീപ്റ്റ് പറഞ്ഞാൽ റിസീവ് ചെയ്തത് എത്ര ക്വാണ്ടിറ്റി റിസീവ് ചെയ്തു വേണ്ടേ, അതിന് ഒക്കെ എന്തായിരുന്നു റേറ്റ് എന്ന് അറിയണ്ടേ. അപ്പോൾ ടോട്ടൽ എത്ര രൂപയുടെ സാധനം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് അറിയണം. അതേപോലെ എത്ര രൂപയുടെ സാധനമാണ് നമ്മൾ കൊടുത്തത്, എത്ര ക്വാണ്ടിറ്റി അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് എത്ര നമുക്ക് കുറഞ്ഞിട്ടുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ബാലൻസ് എത്ര ക്വാണ്ടിറ്റി കയ്യിലുണ്ട്, എത്രയായിരുന്നു ഒരു യൂണിറ്റിന്റെ പ്രൈസ്, സോ അത്രയും ടോട്ടൽ എമൗണ്ട് നമ്മുടെ ഉണ്ടോ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതുന്ന വിധാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ 3 ഹെഡിങ് റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്. ഫസ്റ്റ് കോമൺ ആയിട്ട് ഡേറ്റ് മാത്രം കൊടുക്കുക. ബാക്കി 3 കോളം എല്ലാത്തിലും സെയിം ആണ്. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. 1-ാം തീയതിത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഡേറ്റ് കൊടുത്തു. 1-ാം തീയതി നമ്മൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ആ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 250 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റിസീവ് ചെയ്തതുമല്ല, ഇഷ്യൂ ചെയ്തതുമല്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതാണ് ബാലൻസിൽ കാണിച്ചത്. 250 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു യൂണിറ്റിന്റെ വില 1 രൂപയാണ്. അപ്പോൾ 250 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്കും 250 രൂപയുടെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഇനി ജനുവരി 3-ാം തീയതി എന്താ ചെയ്തത്, നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് എവിടെ കാണിക്കുക, റെസീറ്റ് കോളത്തിൽ നമ്മൾ റിസീവ് ചെയ്യല്ലേ ചെയ്തത്, വാങ്ങിക്കല്ലേ ചെയ്തത്. അത് 100 യൂണിറ്റ് വാങ്ങി. അപ്പോൾ ക്വാണ്ടിറ്റി 100. ഒരു യൂണിറ്റിന്റെ വില എത്ര, 1 രൂപ 5 പൈസ. അപ്പോൾ നമ്മൾ മൊത്തം എത്ര രൂപയുടെ സാധനം വാങ്ങി, 105 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇഷ്യൂ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ കോളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും നമ്മുടെ ബാലൻസ് എത്ര ഉണ്ട്, ആ മുന്നുണ്ടായിരുന്ന 250 ഓൾറെഡി അതേപോലെ എഴുതുക, വീണ്ടും എടുത്തിട്ട്. കാരണം അത് ഉള്ളത് തന്നെ വീണ്ടും ഇറക്കി എഴുതുക. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് കാണിച്ചു. ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ആ ഓപ്പണിങ്ങിനോട് കൂടിയിട്ട് എത്ര യൂണിറ്റ് കൂടി വാങ്ങി, 100 യൂണിറ്റ് വാങ്ങി. ഇവിടെ എഴുതിയത് അങ്ങനെ തന്നെ എടുത്ത് ഇവിടെ എഴുതുക. അപ്പോൾ ഇതിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര ഉണ്ട്, 350 യൂണിറ്റ് ഇത്ര രൂപയുടെ സാധനങ്ങൾ, അതായത് 250, 105 രൂപയുടെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ ക്ലിയർ ആവുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ 250 ഇപ്പം വാങ്ങിയതും. ഇനി 5-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും 200 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 200 യൂണിറ്റ്, ഒരു യൂണിറ്റിന്റെ വില 1 രൂപ 5 പൈസ. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 210 രൂപയുടെ സാധനമാണ് 5-ാം തീയതി വാങ്ങിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, 250 ഉണ്ട്, അതേപോലെ തന്നെ 300 ആക്കുക. 250 എന്താണ് ഫസ്റ്റിലത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. രണ്ടാമത് നമുക്ക് ഈ 300 വന്നത് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എത്ര വാങ്ങിയിട്ടുണ്ട്, 100 വാങ്ങിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ എത്ര വാങ്ങി, 200 വാങ്ങി. അപ്പോൾ ആ 100-ഉം 200-ഉം കൂടി ഇപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ, 300. ഇനി 300 യൂണിറ്റ്. അപ്പോൾ പഴയ 250 ഓപ്പണിംഗ് സ്റ്റോക്കും ഇപ്പോൾ 2 തവണയായിട്ട് വാങ്ങിയ 100, 200 കൂടി 300 യൂണിറ്റും ഉണ്ട്. ഇനി ഇത് എന്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 100 യൂണിറ്റ് വാങ്ങുമ്പോഴും ഇതേ എമൗണ്ട് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 200 യൂണിറ്റിന്റെ ഈ എമൗണ്ട് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് എത്ര കാണിക്കാം, 300 കാണിച്ചിട്ട് അതേ എമൗണ്ട് കാണിക്കുക. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് 300 രൂപ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട്, 250 ഉണ്ട്. പുതിയതായി വാങ്ങിയ 300 യൂണിറ്റിന്റെ എമൗണ്ട് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ അത്രയും അത് കഴിഞ്ഞു. ഇനി 7-ാം തീയതി വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൈവശം ഉള്ളത് ഇത്രയാണ്. നമ്മൾ 7-ാം തീയതി പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. പകരം 7-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7-ാം തീയതി 400 യൂണിറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 7-ാം തീയതി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യമുള്ള സ്റ്റോക്ക് എന്ന് വേണം ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. അപ്പോൾ ആദ്യമുള്ള സ്റ്റോക്ക് എത്രയുള്ളത്, 250 ആണ്. അപ്പോൾ ആ 250 മൊത്തത്തിൽ എടുത്തു. 250-ന് ഒരു യൂണിറ്റ് ആയിരുന്നു വില. അപ്പോൾ 250 രൂപ. ഓക്കെ, 400 യൂണിറ്റ് വേണ്ടേ. പിന്നെ നമ്മൾ എടുത്തത് എത്രയാ, ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, ഇനി 300 ഉള്ളത്. ഈ 250 കംപ്ലീറ്റ് എടുത്തു 400ലേക്ക്. ബാലൻസ് 150 വേണം. ആ 150 നമ്മൾ ഈ 300 എടുത്തു. 150 യൂണിറ്റ് പ്രൈസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോൾ 157 രൂപ വന്നു. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതാണ് ഇഷ്യൂ ചെയ്തത്. ഇത്ര ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര ഉണ്ട്, കാരണം 250, 150, 400 യൂണിറ്റ് എടുത്തു കഴിഞ്ഞു. ഇവിടെ നമുക്കറിയാം 550 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 400 പോയാൽ ബാലൻസ് എത്ര യൂണിറ്റ് ഉണ്ടാവും, 150 യൂണിറ്റ്. അതായത് ഈ 250 പ്ലസ് 300, 550 യൂണിറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഇവിടെ നമ്മൾ 400 യൂണിറ്റ് ആണ് എടുത്ത് മാറ്റിയത്. ബാലൻസ് ഉള്ള യൂണിറ്റ് 150 ആണുള്ളത്. ഈ 150 യൂണിറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്ര, ഈ 1 രൂപ 5 പൈസ തന്നെയാണ്. അപ്പോൾ നമ്മളത് 157 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ. ഓക്കെ, ഇനി 10-ാം തീയതി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 10-ാം തീയതി വീണ്ടും നമ്മൾ 400 യൂണിറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റെസീറ്റിൽ 400 യൂണിറ്റ് വാങ്ങിയത് കാണിച്ചു, 1 യൂണിറ്റിന്റെ വില കാണിച്ചു, ടോട്ടൽ എമൗണ്ട് കാണിച്ചു. ഇനി അവിടെ ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട്, ഈ നിലവിലുള്ള ബാലൻസിനോടൊപ്പം നമ്മൾ എന്തും കൂടി വീണ്ടും എടുത്ത് എഴുതണം കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ എടുത്ത് എഴുതണം. അല്ലാണ്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് 400 ഡയറക്റ്റ് ചെയ്യരുത്. അപ്പോൾ ആ 150 ഇതേപോലെ താഴേക്ക് എഴുതിയതിന് ശേഷം നമ്മൾ 400 യൂണിറ്റ് പുതിയത് വാങ്ങിയതും അതിന്റെ റേറ്റും എമൗണ്ടും ഇവിടെ കാണിച്ചു. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 400-ഉം 550 യൂണിറ്റ് വീണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇത്രയും രൂപയുടെ സാധനം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 12-ാം തീയതി നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 150 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു. 150 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ റേറ്റ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് 150, അത് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്തു ഇതേ റേറ്റിന്. അപ്പോൾ 157 രൂപയ്ക്ക് അത് നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇനി ഈ രണ്ടെണ്ണത്തിൽ 150 ഇഷ്യൂ ചെയ്താൽ ബാലൻസ് എത്രയേ ഉള്ളൂ, ഇനി 400. അപ്പോൾ ആ 400 അതേപോലെ തന്നെ ബാലൻസ് അവിടെ കാണിച്ചു. ഇനി 15-ാം തീയതി വീണ്ടും 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടുന്ന 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്യും, ഇപ്പോൾ 400 ആണ് നമ്മുടെ കൈവശം ബാക്കിയുള്ളത്. അതിൽ നിന്ന് 100 കൊടുക്കുമ്പോൾ 100 എടുത്തു കഴിഞ്ഞാൽ 1.20 ആണ് യൂണിറ്റിന്റെ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ 120 രൂപയുടെ സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 400-ൽ നിന്ന് 100 ഇഷ്യൂ ചെയ്താൽ ബാലൻസ് എത്രയേ ഉള്ളൂ, 300 യൂണിറ്റ് ആണ് ഇനി ബാലൻസ് ഉള്ളത്. ആ 300 യൂണിറ്റിന്റെ റേറ്റ് എത്ര തന്നെയാണ്, 1 രൂപ 20 പൈസയുടെ സാധനമാണല്ലോ ബാക്കിയുള്ളത്. അത് അതേപോലെ തന്നെ 360 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് 16-ാം തീയതി വീണ്ടും ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്.
16-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, 16-ാം തീയതി 100 യൂണിറ്റ് വീണ്ടും നമ്മൾ വാങ്ങി. അതിന് 1 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വില. അപ്പോൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയിട്ടുണ്ട്. ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്? നമ്മുടെ പഴയതിലത്തെ 300 അതേപോലെ എടുത്തെഴുതുക. പ്ലസ് ഇപ്പോൾ പുതിയത് വാങ്ങിയ 100 അതേപോലെ തന്നെ എടുത്തെഴുതി. 100 രൂപ അല്ല 100 യൂണിറ്റ് 1 രൂപ പ്രകാരം 100 രൂപയ്ക്ക് വാങ്ങി. ടോട്ടൽ ഇപ്പോൾ എത്ര ഉണ്ട്? 300, 100, 400 നമ്മുടെ കയ്യിലുണ്ട്. 25-ാം തീയതി വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തു 200 യൂണിറ്റ്. 200 യൂണിറ്റ് 1 രൂപ 25 പൈസയായിട്ട് 250 രൂപയ്ക്ക് വാങ്ങി. ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 300-ന്റെ ആ ലൈൻ അതുപോലെ എടുത്തെഴുതി, 100-ന്റെ ലൈൻ അതുപോലെ എടുത്തെഴുതി, പിന്നെ പുതിയത് വാങ്ങിയത് എത്രയാണ്? 200, അത് അതേപോലെ എടുത്തു. അങ്ങനെ 3 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 31-ാം തീയതി 300 ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300 ഇഷ്യൂ ചെയ്യാൻ പറയുമ്പോൾ ആ 300 യൂണിറ്റ് എടുത്തു. അതിന് എന്ത് വില നമ്മൾ കൊടുക്കും? 1 രൂപ 20 പൈസ. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ലോട്ടുകളുണ്ട് ഇവിടെ. 300 ഉണ്ട്, 100 പർച്ചേസ് ഉണ്ട്, 200. അപ്പോൾ 300 ആവശ്യം വന്നപ്പോൾ ഈ 300 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എന്തേ ഉള്ളൂ? ഈ 100-ന്റെയും 200-ന്റെയും ആ ലൈനുകൾ അതേപടി എടുത്ത് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ട വിധം. അപ്പോൾ ഈ മാസം അവസാനിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുള്ളത്? 100 യൂണിറ്റ് 1 രൂപ പ്രകാരവും 200 യൂണിറ്റ് 1.25 രൂപ പ്രകാരവും ഉണ്ട്. അതായത് 100 + 250 350 രൂപയുടെ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഈ മാസം അവസാനം ഉള്ളത്. എത്ര യൂണിറ്റ് ആണ് സാധനം ഉള്ളത്? 300 യൂണിറ്റ് ഉണ്ട്. അതിന്റെ വില 350 രൂപയാണ്. ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെസീറ്റ് എത്ര ചെയ്തു എന്ന് എഴുതുക, കൃത്യമായിട്ട് എത്ര ഇഷ്യൂ ചെയ്തു എന്ന് കൊടുക്കുക, ബാലൻസ് എത്ര ഉണ്ടെന്നില്ല. സാധാരണ സിമ്പിൾ കണക്ക് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങി 50 രൂപ ഒരാൾക്ക് കൊടുത്തു, ബാക്കി 50 ഉണ്ട് എന്ന് പറയുന്ന അതേപോലെ ഇവിടെ എഴുതുമ്പോൾ പക്ഷേ 3 ആയിട്ട് കാണിക്കണം. എത്ര യൂണിറ്റ് വാങ്ങി, അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില എന്ത്, അങ്ങനെ ടോട്ടൽ എത്ര പ്രൈസ് ആയി എന്നുള്ളത് കാണിക്കണം എന്ന് മാത്രം. വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിക്കാറുണ്ട്. ഇനി പ്രൈസിംഗ് ഓഫ് റിട്ടേൺസ് ടു സ്റ്റോർ അണ്ടർ ഫിഫോ മെത്തേഡ്, ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ചില സമയത്ത് സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ ഇത്രയൊക്കെ സാധനം ഇഷ്യൂ ചെയ്തു നമ്മൾ കണ്ടല്ലോ. നമ്മൾ ആദ്യം പുറമേ നിന്ന് വാങ്ങി വയ്ക്കും, അതിൽ നിന്ന് ആവശ്യാനുസരണം കൊടുക്കും, ബാലൻസ് നോക്കും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തത് ചില സമയത്തെങ്കിലും തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ വരാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽ വൺസ് ഇഷ്യൂഡ് മേ ബി റിട്ടേൺഡ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റോർസ് ഫോർ വേരിയസ് റീസൺസ് സച്ച് ചിലപ്പം കൊണ്ടുപോയത് അധികമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറേ കേടുള്ളത് കൊണ്ടായിരിക്കാം, എന്താണെങ്കിലും ചിലപ്പോൾ ഒക്കെ റിട്ടേൺസ് ഉണ്ടാവും. അങ്ങനെ മെറ്റീരിയൽസ് സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റെസീറ്റ് കോളത്തിൽ വീണ്ടും കാണിക്കണം. കാരണം റിസീവ് ചെയ്യല് ചെയ്ത് സ്റ്റോറിലേക്ക് രണ്ടാമത് തിരിച്ചെത്തില്ല സാധനം ചെയ്തത്. അപ്പോൾ അത് റിസീറ്റ് കോളത്തിൽ നമ്മൾ സാധാരണ എന്താ പർച്ചേസ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് എൻട്രി ചെയ്ത് അതേപോലെ തന്നെ ഇത്ര യൂണിറ്റ് ഇത്ര രൂപയുടെ ഇത്ര ടോട്ടൽ നമ്മൾ ഇങ്ങോട്ട് വാങ്ങി എന്നുള്ള പോലെ തന്നെ റിസീവ്ഡ് കോളത്തിലാണത്. റെസീറ്റ് കോളത്തിൽ തന്നെ സെയിം ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ എൻട്രി ഇവിടെ കാണിക്കുക എന്നാണ് പറയുന്നത്. കാരണം റിട്ടേൺ ചെയ്തു പറഞ്ഞാലും അതൊരു പുതിയ പർച്ചേസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഇനി റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ഫിഫോ, നമ്മൾ മെറ്റീരിയൽസ് വാങ്ങിയ ആളുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ സ്റ്റോറിലേക്ക് വേണ്ട മെറ്റീരിയൽ വാങ്ങിയ ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ വാങ്ങിയ മെറ്റീരിയൽ മോശമായതുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ വാങ്ങിയ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ റിട്ടേൺസിനെ കാണിക്കുന്നത് ഇഷ്യൂ കോളത്തിലായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവുകയല്ലേ, നമ്മൾ ആർക്ക് കൊടുത്തു. ഇപ്പോൾ ഇവിടെ പർച്ചേസ് കാണിച്ച പോലെ തന്നെയാണ് ഇവിടെ ഇഷ്യൂ കാണിക്കേണ്ടത്. റെസീറ്റ് കാണിച്ച പോലെ തന്നെ ഇഷ്യൂ കാണിക്കുക. റിസീവ് ചെയ്തത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുത്തത് തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ പുതിയതായി കിട്ടിയ പോലെ കാണിച്ചു. ഇനി നമ്മൾ വാങ്ങിയ സാധനം പല കാരണം കൊണ്ട് വാങ്ങിയ ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളത് ഇഷ്യൂ ചെയ്തായിട്ട് തന്നെ കണക്കാക്കുക. അപ്പോൾ ഇത് റിസീറ്റ് കോളത്തിലും ഇത് ഇഷ്യൂ കോളത്തിലുമാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ചില സമയത്ത് നമുക്ക് ഷോർട്ടേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് വേണ്ടത്ര അളവിൽ മെറ്റീരിയൽസ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ ചില ഷോർട്ടേജുകൾ കാണും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പല റീസൺസ്. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ടേജിനെ ഇഷ്യൂ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സച്ച് ഷോർട്ടേജ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ഇഷ്യൂ കോളം അറ്റ് ദ പ്രൈസ് ഓഫ് ദ ഓൾഡസ്റ്റ് കൺസൈൻമെന്റ് ഇൻ സ്റ്റോക്ക്. പഴയ സ്റ്റോക്കിൽ എന്തായിരുന്നു വില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെ ഇഷ്യൂ കോളത്തിൽ കാണിക്കുക, ആ കുറവിനെ അവിടെ കാണിക്കാം. ഇഫ് ദർ ഈസ് സർപ്ലസ്, ഇനി ഷോർട്ടേജ് അല്ല അധികമാണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ റെസീറ്റ് കോളത്തിലാണ് കാണിക്കേണ്ടത്. കുറവാണ് നമ്മൾ കണക്കാക്കുമ്പോൾ കിട്ടണമെങ്കിൽ അതിനെ ഇഷ്യൂ കോളത്തിലും, കൂടുതലാണ് കണക്കാക്കുമ്പോൾ കിട്ടുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വീഡിയോ കാണാത്ത വേണ്ടി കാണാം. കാരണം അവോയ്ഡ് ചെയ്യുന്ന റീസൺസ് ഉണ്ട്, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടും നമ്മൾ എപ്പോഴും ലാസ്റ്റ് ക്ലോസിംഗ് സമയത്ത് മാച്ച് ആവണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. അതിൽ പല റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ചില കേസിൽ നമുക്ക് കുറവ് ഫീൽ ചെയ്താൽ അത് നമുക്ക് ഇഷ്യൂ കോളത്തിലും, കൂടുതലാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് റെസീറ്റ് കോളത്തിൽ തന്നെ കാണിക്കാമെന്നാണ് പറയുന്നത്. വീണ്ടും നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇവിടെ തന്നിട്ട് ഫിഫോ മെത്തേഡിൽ ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 2026 ജൂൺ 1 നമ്മൾ 500 യൂണിറ്റ് ബാലൻസ് ഉണ്ട്. 200 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വില. ഓക്കെ, അങ്ങനെ 500 യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് അതിന്റെ വില എന്ന് പറയുമ്പോൾ എത്രയും 1 lakh rupeesന്റെ മെറ്റീരിയലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത്. 6-ാം തീയതി പുതിയതായിട്ട് 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. 10-ാം തീയതി പർച്ചേസ് ചെയ്തു. ഓരോന്നിന്റെയും പർച്ചേസും ഇഷ്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ യൂണിറ്റും വിലയും കൊടുത്തിട്ടുണ്ട്. 15-ാം തീയതി കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ചെയ്തിട്ട്. അതിൽ റിട്ടേൺസ് കൂടി കാണിക്കുന്നുണ്ട്. സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു പറയുമ്പോൾ നമ്മൾ റെസീറ്റ് ആയിട്ട് കണക്കാക്കുക. 18-ാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തു, പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇഷ്യൂ. പിന്നെ റിട്ടേൺ ടു വെൻഡർ, നമ്മൾ വാങ്ങിയ ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കുക. വെൻഡറിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കാണിക്കുക, ഇഷ്യൂ ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 10 യൂണിറ്റിന്റെ ഷോർട്ടേജ് ആണ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫിഫോ മെത്തേഡിൽ ചെയ്യാന്നുള്ളതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പഴയ പോലെ തന്നെ ഡേറ്റ് കൊടുത്തു, റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് 3 കോളത്തിലും കാണിച്ചു.
ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുക ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്, അല്ലെങ്കിൽ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുക. അപ്പോൾ ജൂൺ 1 നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എത്രയായിരുന്നു? 500 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഒരു യൂണിറ്റിന് 200 രൂപ. അപ്പോൾ 500 × 200 1,00,000 രൂപയുടെ സാധനങ്ങളാണ് നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. 6-ാം തീയതി എന്താ ചെയ്തത്? നമ്മൾ അതിൽ 250 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 500 ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ എത്ര എടുത്തു? 250 എടുത്തു. അതിന്റെ വില എത്രയാണ്? 200. അപ്പോൾ 250 × 200 പറയുമ്പോൾ എത്രയാണ്? 50,000. അപ്പോൾ 1,00,000 ഉണ്ടായിരുന്നതിൽ 50,000 രൂപയുടെ സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇനി ഈ 500-ൽ നിന്ന് ഇപ്പോൾ എത്ര? 250 എടുത്തപ്പോൾ ബാലൻസിന് എത്രയേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ 250 മാത്രമാണ് ബാലൻസ് ഉള്ളത്. റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഇൻറ്റു ചെയ്യാൻ എപ്പോഴും ഞാൻ പറയണമെന്നില്ല. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക. അങ്ങനെ 250 അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ദിവസം 10-ാം തീയതി 200 യൂണിറ്റ് നമ്മൾ വീണ്ടും 190 രൂപ പ്രകാരം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ ബാലൻസ്? നമ്മുടെ പഴയ 250-നെ അതേപോലെ എടുത്തെഴുതുക. എന്നതിന് ശേഷം പുതിയതായിട്ട് വാങ്ങിയതും ഇതേ രീതിയിൽ എടുത്തെഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി 15-ാം തീയതി നമ്മൾ 15 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ ചെയ്തിട്ടുണ്ട് സ്റ്റോറിലേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? സ്റ്റോർ അത് റിസീവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏത് കോളത്തിൽ കാണിക്കണം എന്നാണ് പറഞ്ഞത്? 15-ാം തീയതി റെസീപ്റ്റ് കോളത്തിൽ കാണിക്കുക. അതായത് 15 യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ട് അധികമുള്ളതോ എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ 15 യൂണിറ്റ് വന്നു, 200 രൂപയായിരുന്നു. അങ്ങനെ 3000 രൂപയുടെ സാധനം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയായി? 250 ആദ്യത്തെ സെറ്റ് ഉണ്ട്, രണ്ടാമത് വാങ്ങി 200ന്റെ സെറ്റ് ഉണ്ട്, പ്ലസ് ഇപ്പോൾ 15 ഈ ഒരു സെറ്റും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ 3 സെറ്റ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട്. 18-ാം തീയതി അതിൽ നിന്ന് 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലോട്ട് ഏതാണ്? 250 ഉണ്ട്. ആ 250-ൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ 180 ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ 250-ൽ നിന്ന് 180 എടുത്താൽ ബാലൻസിന് എത്രയുള്ളൂ? ആ സെറ്റിൽ എത്രയുള്ളൂ? 70 ബാലൻസ് ഉള്ളൂ. ആ 70 200 രൂപ പ്രകാരം 14,000 രൂപയുടെ മെറ്റീരിയൽ. ബാക്കി രണ്ടെണ്ണം സെയിം അതേപോലെ തന്നെ എടുത്തെഴുതുക. കാരണം അതിനൊന്നും നമുക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ ബാലൻസ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുക. ഇനി 22-ാം തീയതി 240 യൂണിറ്റ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 240 യൂണിറ്റ് 190 രൂപ പ്രകാരം വാങ്ങുമ്പോൾ 45,600 രൂപയുടെ സാധനം നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? നിലവിലുള്ള ആ ഓരോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതും അതുപോലെ തന്നെ എഴുതുക. ആദ്യത്തെ സെറ്റിലത്തെ 70, അതേപോലെ രണ്ടാമത്തെ നമ്മൾ 200, പിന്നെ ഇത് ഇങ്ങനെ എഴുതുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത പുതിയ യൂണിറ്റ് എഴുതുക. 240, 190 രൂപയ്ക്ക് ഇത്രയും രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് അതിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം വരട്ട് കാണിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് 23-ാം തീയതി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 70 യൂണിറ്റ്, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 23-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ 300 എടുത്തു? ആദ്യത്തെ ഈ 70 ഫുള്ളായിട്ട്, അതാണല്ലോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പറഞ്ഞാൽ ആദ്യത്തേന്നാണ് നമ്മൾ എപ്പോഴും എടുത്തു തുടങ്ങാം. 70 എടുത്തു, പിന്നെ 200 എടുത്തു, അപ്പോൾ 270 ആയി. ഇനി 300ലേക്ക് അത്രയും കൂടി വേണം. ബാലൻസ് 15ഉം പിന്നെ അപ്പോൾ എത്ര? 200ഉം 270ഉം 10 285 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 15ഉം കൂടി വേണം. അത് 240 കൂടി എടുക്കുക. അപ്പോൾ നമ്മൾ ആ എടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 70 ഫുൾ എടുത്തു, രണ്ടാമത്തെ സെറ്റ് ഫുൾ എടുത്തു, മൂന്നാമത്തെ സെറ്റും എടുത്തിട്ട് നാലാമത്തെ സെറ്റിലത്തെ ഒരു 15ഉം കൂടി എടുക്കുമ്പോഴേ എത്രയാവുള്ളൂ? നമ്മൾ പറഞ്ഞ ആ ഒരു യൂണിറ്റ്, അതായത് 300 യൂണിറ്റ് ആവുള്ളൂ. അങ്ങനെ ഇത്രയും എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ എത്ര മാത്രമേ ബാക്കിയുള്ളൂ? അതായത് 240 യൂണിറ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് അതിൽ നിന്നാണ് 15 യൂണിറ്റും കൂടി എടുത്തത് 300 തികയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ളൂ? 225 യൂണിറ്റേ ബാക്കിയുള്ളൂ. അതിന്റെ വില 190 രൂപ പ്രകാരമായിരുന്നു. അപ്പോൾ ടോട്ടൽ 42,750 സാധനമാണ് നമ്മുടെ ഉള്ളത്. അതവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് 24-ാം തീയതി വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എത്ര? 320 യൂണിറ്റ് വാങ്ങി, ഒരു യൂണിറ്റ് വില 190, ടോട്ടൽ ഇത്രയും രൂപ സാധനം വാങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലൻസിനെ അതേപോലെ എടുത്തെഴുതിയിട്ട് നമ്മൾ അഡീഷണൽ വാങ്ങിയതും അതേപോലെ തന്നെ എടുത്തെഴുതാം. 320, 190. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഓക്കെ. 25-ാം തീയതി 200 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വീണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 200 യൂണിറ്റ് 170 രൂപ പ്രകാരം 34,000 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബാലൻസ് കൂടിയില്ലേ? അപ്പോൾ ഈ രണ്ട് സെറ്റ് എഴുതിയത് അതേപോലെ എടുത്ത് എഴുതിയിട്ട് മൂന്നാമത്തെ സെറ്റ് ഈ പുതിയതാണ്. ആ പുതിയതും അതേപോലെ എടുത്തെഴുതി. ഇനി 26-ാം തീയതി പറഞ്ഞിരിക്കുന്നത് 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്നാ എടുക്കുക? ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന സെറ്റ് ഏതാ? 225ന്റെ സെറ്റാണ്. ആ 225-ന്ന് 115 എടുത്തു. ഓക്കെ. അപ്പോൾ ആ 225-ൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? 115 എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് 190 രൂപ പ്രകാരം, അപ്പോൾ അതിന് 21,850 രൂപയുടെ സാധനം അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ 225-ൽ 115 എടുത്താൽ ബാക്കി എത്ര? ഇനി അതിലത്തെ ആ സെറ്റിലത്തെ ബാക്കി എത്രയുള്ളൂ? 110 ഉള്ളൂ. 110 ഈ റേറ്റ് പ്രകാരം ഇത്രയും രൂപ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് എഴുതേണ്ടത് എന്താ? രണ്ടാമത്തെ സെറ്റും മൂന്നാമത്തെ സെറ്റും അതേപോലെ എടുത്ത് എഴുതുക. അതിനുശേഷം 27-ാം തീയതി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റിട്ടേൺഡ് ടു വെൻഡർ 50 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24-ാം തീയതി നമ്മൾ 320 യൂണിറ്റ് വാങ്ങി പറയുന്നില്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഒരു 50 യൂണിറ്റ് ആ വാങ്ങിയ ആ വെൻഡർക്ക് തന്നെ കൊടുത്തു. വെൻഡർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളത് ഇഷ്യൂ ചെയ്തായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇതിങ്ങനെ എഴുതുക. 50 യൂണിറ്റ് എടുത്തു, 190 രൂപയുടെ ആയിരുന്നു, ഇത്ര ഇവിടെ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അവിടെ അതാണ് റിട്ടേൺ ടു വെൻഡർ. വെൻഡർക്ക് കൊടുത്തതാണ്, അല്ലാതെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തതല്ല എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 50 യൂണിറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്? ഈ 320 24-ാം തീയതി പർച്ചേസ് ചെയ്തതിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതുക. ആദ്യത്തെ സ്റ്റോക്ക് അതേപോലെ തന്നെ വയ്ക്കണം. കാരണം അതിൽ നിന്നല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 24-ാം തീയതി വാങ്ങിയത് 190 രൂപയുടെ സാധനങ്ങളായിരുന്നു യൂണിറ്റിന്. അതിൽ നിന്നാണ് നമ്മൾ 50 കൊടുത്തത്. അപ്പോൾ അതിൽ നിന്നേ കുറയ്ക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആ സെറ്റ് ഏതായിരുന്നു? ഇതായിരുന്നു ആ സെറ്റ്. 320ന്റെ സെറ്റായിരുന്നു.
ഇതുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എന്ത് കൊടുത്തത് 50 റിട്ടേൺ ചെയ്തത്. അപ്പോൾ 320 50 പോയി കഴിഞ്ഞാൽ 270 ഉള്ളൂ ഇനി അവിടെ. അത് ആ റേറ്റ് പ്രകാരം ഈ എമൗണ്ട് ഉണ്ടാവും. 200ന്റെ ലോട്ട് അതേപോലെ എഴുതുക. കാരണം നമ്മൾ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ അത് അതേപടി തന്നെ എഴുതാം. 30-ാം തീയതി പറയുന്നത് ഓഡിറ്റ് നടത്തിയപ്പോൾ 10 യൂണിറ്റിന്റെ ഷോർട്ടേജ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഷോർട്ടേജ് വന്നാൽ നമ്മൾ എവിടെ കാണിക്കണം എന്നാ പറഞ്ഞത്? ഇഷ്യൂലും സർപ്ലസ് വന്നാൽ റെസീറ്റിലും കാണിക്കണം എന്നാ പറഞ്ഞത്. അപ്പോൾ 10 യൂണിറ്റിന്റെ ഷോർട്ടേജ് വന്നപ്പോൾ നമ്മൾ ഇഷ്യൂ കോളത്തിൽ 10 എന്ന് എഴുതി. ആ 10ന് നമ്മൾ എത്ര രൂപ പ്രകാരം പറയുന്നത്? 190 രൂപ പ്രകാരം ഉള്ള എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 190 രൂപ പ്രകാരമുള്ളത് 1900 രൂപയുടെ ഓഡിറ്റ് ഷോർട്ടേജ് ഉണ്ട് എന്ന് അവിടെ കാണിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക 110 എന്ന് എഴുതിയ ആ ഒരു സീരീസ് അതേപോലെ എഴുതുക. രണ്ടാമത്തത് 270 എന്ന് പറഞ്ഞ സീരീസും അതേപോലെ എഴുതുക. മൂന്നാമത് 200 എന്ന് പറഞ്ഞ സീരീസും അതേപോലെ തന്നെ എടുത്ത് എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 10 യൂണിറ്റ് ഷോർട്ടേജ് വന്നു എന്ന് പറഞ്ഞപ്പം എവിടെ കുറച്ചു നമ്മൾ? ആദ്യത്തെ സെറ്റിൽ 110 ഉണ്ടായിരുന്നു. ആ 110ത്തെ 10 ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ബാക്കി 100 അവിടെ കാണിക്കുള്ളൂ. ബാക്കി എല്ലാം സെയിം അതേപോലെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഷോർട്ടേജ് വന്നാൽ ആദ്യത്തെ സെറ്റിലത്തെ എത്രയാണോ കുറവ് ആ റേറ്റ് കാണിച്ചിട്ടാണ് കാണിക്കേണ്ടത്. ഇനി സർപ്ലസ് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ആ വരുന്ന സെറ്റിലത്തെ റെസീപ്റ്റ് കോളത്തിലായിരിക്കും കാണിക്കേണ്ടി വരിക. ഓക്കെ. അപ്പോൾ അവിടെ ആ എമൗണ്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കുക? 100 യൂണിറ്റിന്റെ 190 രൂപ പ്രകാരം 19,000 രൂപയും 200 യൂണിറ്റിന്റെ 190 രൂപ പ്രകാരം 51,300ഉം 200 യൂണിറ്റിന്റെ ഇവിടെ 270 കേട്ടോ. ഇവിടെ 200 യൂണിറ്റിന് 170 രൂപ പ്രകാരം 34. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 1,04,300. അപ്പം നമുക്കിവിടെ കൂട്ടി അറിയാലോ എത്ര യൂണിറ്റ് ഉള്ളത്? ഈ എല്ലാ 570 യൂണിറ്റ് നമ്മുടെ കൈവശമുണ്ട്. അതായത് എത്ര രൂപയുടെ മുതലാണ് നമ്മുടെ കയ്യിലുള്ളത്? 1,04,300ന്റെ എമൗണ്ടിന്റെ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രോബ്ലം ചെയ്തതോടുകൂടി എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കും. കാരണം ഇവിടെ നമ്മൾ ഏതൊക്കെ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി? ഇഷ്യൂ ചെയ്യുന്ന അതായത് വെൻഡർക്ക് നമ്മൾ കൊടുക്കുന്നതും അതേപോലെ തന്നെ സ്റ്റോറിലേക്ക് റിട്ടേൺസ് വരുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തി. പിന്നെ ഷോർട്ടേജ് 10 അധികം വന്നുള്ള ഷോർട്ടേജ് വന്നാൽ കാണിക്കേണ്ട വിധവും നമ്മൾ എഴുതി. അപ്പോൾ ആദ്യമുള്ള സെറ്റ് ഏതാണോ അതിൽ നിന്ന് ആ ഷോർട്ടേജ് കാണിക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സമയമെടുത്ത് ഇത് പറയാൻ കാരണം. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം 3rd സെമസ്റ്ററിൻ്റെ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസ് അതിലുണ്ട്. അതായത് ബിസിനസ് റെഗുലേഷൻ എന്ന ഹെഡിങ്ങിലുള്ള ആ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതിയാകും. ഓക്കെ. കോർപ്പറേറ്റ് റെഗുലേഷനിലേക്ക് വരുമ്പോൾ 4th സെമസ്റ്റർ ബിബിയുടെ തന്നെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടും 2 സബ്ജക്റ്റുകളായിരുന്നു കഴിഞ്ഞ വർഷം. അത് ഇപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് 3rd സെമ്മിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് വീണ്ടും വീഡിയോ ചെയ്യുന്നില്ല. കാരണം സെയിം കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ 2 വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ. താങ്ക് യു.